ലോക പ്രമേഹ ദിനമായ ഇന്ന് പ്രമേഹ രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി വീട്ടമ്മ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. തുടർന്നുള്ള അധ്യായങ്ങളിൽ കൂടുതൽ ചർച്ചകൾ തീർച്ചയായിട്ടും അതിൽ ഉൾക്കൊള്ളിക്കണമെന്ന് വീട്ടമ്മ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്ക് പ്രമേഹ രോഗത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അതിനെക്കുറിച്ച് എന്തൊക്കെ ഡയറ്റ് അതിനകത്ത് ഫോളോ ചെയ്യണം, ഇങ്ങനെയാണ് വീട്ടിൽ ഇപ്പോൾ ഗൃഹനാഥന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെല്ലാം സംശയങ്ങളുണ്ടോ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഞങ്ങളോട് എഴുതി അറിയിക്കണം. അതിനെക്കുറിച്ച് വീട്ടമ്മ വളരെ ഗൗരവമായിട്ട് അതിനെ കാണുകയും വീട്ടമ്മയിലൂടെ ഡയബറ്റിസ് ചാറ്റിലൂടെ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഈ പ്രമേഹ ദിനത്തിൽ, ലോക പ്രമേഹ ദിനത്തിൽ വീട്ടമ്മ നിങ്ങൾക്കായി പുതിയൊരു പരിപാടി ഒരുക്കുന്നു എന്നുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുന്നു. അപ്പോൾ ഡയബറ്റിസ് ചാറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയ ദൂരീകരണം നടത്താം എന്ന് ഉറപ്പ് നൽകുന്നു. നമസ്കാരം. വീട്ടമ്മയുടെ പുതിയ ആരോഗ്യ പരിപാടിയായ ഡയബറ്റിക്സ് ചാറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലോക ഡയബറ്റിസ് ഡേ. കഴിഞ്ഞ 10 വർഷത്തിന് മുന്നേ ഐക്യരാഷ്ട്രസഭ ഒത്തുകൂടിയത് എയ്ഡ്സ് എന്ന മാരക രോഗത്തെക്കുറിച്ചൊരു ബോധവൽക്കരണം, അല്ലെങ്കിൽ ആ ഒരു രോഗത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിരുന്നു. പക്ഷേ ഇപ്പോൾ അതാ 10 വർഷത്തിന് ശേഷം പ്രമേഹം എന്ന രോഗത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അത്രമാത്രം സീരിയസ് ആയി തീർന്നിരിക്കുന്നു ഈ രോഗത്തിൻ്റെ അവസ്ഥ. മലയാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും ഈ ഒരു രോഗം തന്നെയാണ്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി നമുക്കിത് സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റ് ഉണ്ട്. പ്രമുഖ ഡയബറ്റോളജിസ്റ്റായ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്. ഹലോ ഡോക്ടർ. ഹലോ. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ലോക ഡയബറ്റിസ് ഡേ ആണ്. അതെ, വാസ്തവത്തിൽ മറന്നു പോകുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ് ഒരു ഡേ ആചരിക്കാറുള്ളത്. പക്ഷേ ഡയബറ്റിസ് വാസ്തവത്തിൽ നമ്മൾ മറക്കുന്നില്ല. ഓരോ നിമിഷവും നമ്മളെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഡയബറ്റീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു പേടിക്കുന്ന ഒരു ഓർമ്മ പോലെയാണ്. പക്ഷേ അങ്ങനെ ഭയപ്പാടുകളൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പ്രമേഹം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന രോഗമാണ്. പ്രമേഹ രോഗികൾക്ക് വന്നെത്തുന്ന ഗുരുതര സങ്കീർണതകൾ, ഒരുപാട് രോഗികൾ കരുതുന്നത് അതെല്ലാം വന്നേ തീരുമെന്നാണ്. അങ്ങനെയല്ല. പ്രമേഹം കാരണം ഉണ്ടാകുന്ന വലിയ നഷ്ടങ്ങളുണ്ടല്ലോ. കാല് മുറിച്ച് മാറ്റപ്പെടുക, അന്ധത വരിക, ചെവി കേൾക്കാൻ കഴിയാതെ വരിക, ഓർമ്മ കുറയുക, ശോഷിക്കുക, അതെ, മാനസിക പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുവാൻ കഴിയുന്നതാണ് എന്ന ഒരു സന്ദേശം. വേൾഡ് ഡയബറ്റീസ് ഡേയുടെ പിന്നിലൊരു കഥയുണ്ട്. അതായത് ഇൻസുലിൻ കണ്ടെത്തുന്നതിന് മുമ്പ് രോഗികൾ മരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻസുലിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ ഫ്രെഡറിക് ബാൻഡിങ് എന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നവംബർ 14. അന്നാണ് വേൾഡ് ഡയബറ്റീസ് ഡേ ആയിട്ട് ലോകമെമ്പാടും ആചരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആചരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ലോകം മുഴുവൻ നടക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഞങ്ങളൊരു 10 വർഷങ്ങൾക്ക് മുൻപും ഡയബറ്റീസ് ദിനം ആചരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. നമുക്ക് ഈ പ്രമേഹ ദിനത്തിൽ ധാരാളം ക്യാമ്പുകൾ നടക്കുന്നു. സൗജന്യ ബോധവൽക്കരണ പരിപാടികൾ, സൗജന്യ ചികിത്സാ ക്യാമ്പുകൾ, പിന്നൊരു ബ്ലൂ മോണുമെൻറ്റ് സെലിബ്രേഷൻ കൂടെയുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അതായത് പ്രമേഹത്തിൻ്റെ ഒരു നിറം ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ സ്വീകരിച്ചിരിക്കുന്ന നീല സർക്കിളാണ്. അപ്പോൾ ബ്ലൂ സർക്കിൾ അതാണ് പ്രമേഹത്തിൻ്റെ സിമ്പൽ. അപ്പോൾ നീല നിറത്തിൽ നമ്മൾ സെലിബ്രേഷൻസ് നടത്തുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഒക്കെ രാത്രി നീല കളറിൽ തിളങ്ങി നിൽക്കുക. അത് പ്രമേഹത്തിനെ ഓർക്കാനും ഓർമ്മിപ്പിക്കുവാനും ബോധവൽക്കരണം ശക്തമാക്കുവാനുമായിട്ടുള്ള ഒരു സന്നാഹമാണത്. അപ്പോൾ ഡോക്ടർ, എനിക്കൊരു സംശയം, ഈ ഡയബറ്റിസ് വന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എങ്ങനെ അതൊരു പ്രീ ഡയബറ്റിക് ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് നമുക്ക് അറിയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. അതായത് ഡയബറ്റീസ് എന്ന് പറയുന്ന ആ ഒരു സങ്കീർണ രോഗം വരാൻ സാധ്യതയുള്ളത് ആരാണ്, അവർക്ക് പ്രീ ഡയബറ്റീസ് വരാം. അപ്പോൾ ഈ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഹെറിഡിറ്ററി ആണ് ഒരു ഫാക്ടർ എന്ന് പറയാറുണ്ട്. എക്സാക്ട്ലി. അതായത് അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് വരാം. തീർച്ചയായിട്ടും വരും. ഡയബറ്റീസ് കാരണം ഹൃദ്രോഗമോ മറ്റു സങ്കീർണതകളോ ഉണ്ടെങ്കിൽ അതും അടുത്ത തലമുറയ്ക്ക് വരാം. തീർച്ചയായിട്ടും വരുന്നല്ല, ഒരിക്കലും അല്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് സന്തോഷത്തോടെ
ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് പറയാൻ സാധിക്കും, നമുക്ക് പ്രമേഹം ഒഴിവാക്കുവാൻ കഴിയുന്ന ഒരു സങ്കീർണ്ണ രോഗമാണ് വ്യായാമത്തിലൂടെയും ഭക്ഷണക്രമത്തിലൂടെയും. പ്രീ ഡയബറ്റീസ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം രക്തത്തിലെ പഞ്ചസാര മാത്രം നോക്കുകയല്ല, HbA1c എന്ന ടെസ്റ്റ് നോക്കുകയാണ്. അത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയും. അത് ചില പ്രത്യേകതരം ലബോറട്ടറികൾ മാത്രമേ അത് കൃത്യമായിട്ട് കിട്ടാറുള്ളൂ. 3 മാസത്തെ പഞ്ചസാരയുടെ ശരാശരി അറിയുന്നതിനുള്ളൊരു ടെസ്റ്റാണത്. അപ്പോൾ നമുക്കതൊരു ഇപ്പോൾ രക്തത്തിലെ പഞ്ചസാരയൊക്കെ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ വെറുമായിട്ട് നോക്കുമ്പോൾ 100 കൂടുതലാണ് എങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം നോക്കുമ്പോൾ 126 കൂടുതലാണ് എങ്കിൽ പ്രീ ഡയബറ്റീസ് ആണ്. പക്ഷേ അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. കാരണം നോക്കുന്ന ദിവസം നമ്മൾ തയ്യാറെടുത്താണ് പോകുന്നതെങ്കിൽ നമുക്ക് നോർമലായിട്ട് കിട്ടും. കുറച്ച് ചില ആൾക്കാർ അത് നോക്കാൻ പോകുന്നതിൻ്റെ 3-4 ദിവസങ്ങൾക്ക് മുമ്പേ തയ്യാറെടുപ്പെടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടാതെ പോകും. പക്ഷേ 3 മാസത്തെ ശരാശരിയാണ് നിർണ്ണയിക്കുന്നതെങ്കിൽ HbA1c ടെസ്റ്റിലൂടെ 5.7 മുതൽ 6.4 വരെയാണെങ്കിൽ അത് പ്രീ ഡയബറ്റീസ് ആണ്. 6.5% ആകുമ്പോഴത്തേക്ക് അത് ഡയബറ്റീസ് ആവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രമേഹം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ കൃത്യതയോടുകൂടി തിരിച്ചറിയാവുന്ന ടെസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ജനങ്ങൾക്കിത് അറിയില്ല. എല്ലാവരും കൂട്ടുന്നത് ഈ ടെസ്റ്റിന് ഇത്രയും രൂപയാവും. കാരണം ഒരു ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു 30 രൂപയാകത്തുള്ളൂ. HbA1c നോക്കാനായിട്ട് നല്ല രീതിയിൽ നോക്കാനായിട്ട് അതിൻ്റെ പ്രത്യേക മെഷീൻസ് നോക്കാനായിട്ട് 400-500 രൂപയ്ക്കാവും. അപ്പോൾ എന്തിനു വെറുതെ നമ്മളെ നോക്കുന്നത്? അപ്പോൾ ഈ കണക്ക് കൂട്ടലുകളാണ് ഇവിടെ തെറ്റിപ്പോകുന്നത്. പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾക്ക് വേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് രൂപ മാനസിക സംഘർഷം ഒക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ, ഇപ്പോൾ ലിവർ എൻസൈംസ് കൂടിയിട്ടുണ്ടോ, രക്തത്തിലെ കൊഴുപ്പ് കൂടിയിട്ടുണ്ടോ, രക്തസമ്മർദ്ദം കൂടിയിട്ടുണ്ടോ, ഇതെല്ലാം പ്രീ ഡയബറ്റീസിന് മുൻപ് വരുന്നതാണ്. ഇതെല്ലാം ഉള്ളവർക്ക് ഡയബറ്റീസിൻ്റെ പ്രാരംഭാവസ്ഥയാണ്. വേൾഡ് ഡയബറ്റിസ് ഡേക്ക് ആ ഒരു കാര്യം ഒരു സാധാരണ വീട്ടമ്മയെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഒരു സാധാരണ വീട്ടമ്മ എന്ന പദപ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം വീട്ടമ്മയാണല്ലോ ബോസ്, വീട് ഭരിക്കുന്ന ആളല്ലേ. അപ്പോൾ ആ വീട്ടിൽ ആരൊക്കെ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം ഇതൊക്കെ തീരുമാനിക്കുന്നത് വീട്ടമ്മയാണ്. അതുകൊണ്ട് വീട്ടമ്മയ്ക്ക് ഉള്ള സ്വാധീനം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ വേൾഡ് ഡയബറ്റീസ് ഡേ സന്ദേശമായ പ്രമേഹ നിയന്ത്രണം അല്ലെങ്കിൽ പ്രമേഹ പ്രതിരോധം ഒരു വീട്ടിൽ നടപ്പാക്കുവാനായിട്ട് ശക്തമായിട്ട് നടപ്പാക്കുവാൻ കഴിയുന്നത് വീട്ടമ്മയ്ക്ക് തന്നെയാണ്. രാവിലെ വിളിച്ചുണർത്തി എല്ലാവരെയും നടത്താനായിട്ട് വിടുക, ഒരു മുൻകൈ എടുക്കുക, 30 മിനിറ്റ് നടക്കാനായിട്ട്. രാത്രി വൈകിയും ടെലിവിഷന് മുമ്പിൽ ഇരുന്ന് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കാതെ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച് വെരി ഇമ്പോർട്ടൻറ്റ്. സായിപ്പ് കഴിക്കുന്നത് വൈകുന്നേരം 5 മണിക്കോ 6 മണിക്കുമാണ് ഡിന്നർ എന്ന് പറയുന്നത്. നമ്മൾ വളരെ വൈകി തന്നെയാണ് കഴിക്കുന്നത്. കാരണം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ സമയത്ത് തന്നെ വൈകിട്ടും കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ഒരു 8 മണിക്കാണ് നമ്മൾ രാവിലെ കഴിക്കുന്നതെങ്കിൽ വൈകിട്ടും 8 മണിക്ക് കഴിക്കുന്നതാണ് നല്ലത്. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്നാക്സ് ആകാം, ലഘുഭക്ഷണമാകാം. അപ്പോൾ വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് കൃത്യസമയത്ത് രാവിലെ ഉച്ചയ്ക്ക് രാത്രിയുള്ള ഭക്ഷണം കൊടുക്കുക. അതൊരു ചിട്ടയായി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വീട്ടിലെ നിയമമായിട്ട് അത് തന്നെ സ്വീകരിക്കുക. ഇതൊരു ശക്തമായൊരു നിയമമാണ്, വീട്ടമ്മയുടെ നിയമമാണെന്ന് തീരുമാനിക്കുക. ആ നിയമം വീട്ടമ്മയ്ക്കും ബാധകമാണ്. നമ്മൾ വൈകി കഴിച്ചിട്ട് കാര്യമില്ല. കാരണം അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് വൈകി കഴിക്കുകയാണ്. ബാക്കി വരുന്ന ഭക്ഷണമൊക്കെ കൂടെ പലപ്പോഴും വീട്ടമ്മ കഴിക്കുന്നു. അങ്ങനെ പാടില്ല. ഉച്ചയ്ക്കത്തെ ഭക്ഷണം കൂടി നമ്മൾ രാത്രി കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. യെസ്. അത് ഞാൻ ഈ വീട്ടമ്മയ്ക്ക് വേണ്ടി പണ്ടൊക്കെ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പതിയെ മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം പുതിയ ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ കൃത്രിമ പഞ്ചസാര കഴിക്കുന്നവർക്ക് ഭാവിയിൽ പ്രമേഹം വരാമെന്നാണ്. ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ബ്രെയിൻ അറിയത്തില്ല അത് പഞ്ചസാര അല്ല എന്ന്. അതുകൊണ്ട് ചില ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന കാരണം അത് പാൻക്രിയാസിൽ നിന്നുള്ള ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തെ സ്വാധീനിക്കുകയും അങ്ങനെയുള്ളവർക്ക് പ്രമേഹം വരാമെന്നുമാണ്. അതുപോലെ അതുപയോഗിച്ച് നമ്മൾ മറ്റ് ഭക്ഷണം ഈ പലഹാരങ്ങൾ പാചകം ചെയ്യുന്നവരുണ്ട്. അവർക്ക് ശരീരത്തിൻ്റെ ഭാരം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ശരീരഭാരം വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുള്ള എന്തുപയോഗിച്ച് കഴിഞ്ഞാലും പ്രമേഹം വരാം. അപ്പോൾ ഈ പ്രമേഹ രോഗികൾ എന്താ പറയുക, മധുരം തീർത്തും അവോയ്ഡ് ചെയ്യണം എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. പ്രമേഹ രോഗമുള്ളവർ തീർത്തും മധുരം കഴിക്കാനേ പാടില്ല. ഇല്ല, ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. പ്രമേഹ രോഗിയാണെങ്കിലും പ്രമേഹം ഇല്ലാത്തൊരാളാണെങ്കിലും
പ്രമേഹം വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിലും ഭക്ഷണത്തിൽ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഒരു 55% നമുക്ക് വേണം. കാരണം അതാണ് ഊർജ്ജം. പക്ഷേ അത് അത്രയും കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാര കൂടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്ത് നമ്മൾ ബ്ലഡ് ഷുഗർ നോർമലാക്കി നിലനിർത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു വലിയ നോ ഒരു കാര്യത്തിലും പറയുന്നില്ല. പക്ഷേ എല്ലാം നോർമലായിരിക്കണം നമുക്ക്. ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും ബി.പിയും. ബ്ലഡ് ഷുഗർ എന്ന് പറയുന്ന ഒരു നേരത്തെ അല്ല, പല സമയത്ത്. വീട്ടമ്മമാർക്ക് ഈ ഷുഗർ ടെസ്റ്റ് അതിനെക്കുറിച്ചും കൂടുതൽ അറിയില്ല. എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരു പ്രമേഹം ഇല്ലാത്തൊരു വീട്ടമ്മയാണെങ്കിൽ കൂടി വർഷത്തിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലേ? പ്രമേഹം ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടിയും വീട്ടമ്മമാർ മുൻകൈ എടുക്കേണ്ടത് ഒരു 25 വയസ്സിൽ അധികമുള്ള ആര് വീട്ടിലുണ്ടെങ്കിലും ഓർമ്മപ്പെടുത്തി തന്നെ ഒരു 6 മാസത്തിലൊരിക്കൽ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ സർവീസ് ചെയ്യത്തില്ലേ? അപ്പോൾ സർവീസ് ചെയ്യുന്നത് ടയറിൽ കാറ്റടിക്കുക മാത്രമല്ലല്ലോ, നമ്മളെല്ലാം ചെക്ക് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ മാത്രം ചെക്ക് ചെയ്തതുകൊണ്ട് ഒന്നും അറിയാൻ പോകുന്നില്ല. അപ്പോൾ പ്രായത്തിന് അനുസൃതമായ ഓരോ പ്രായത്തിലും ചെയ്യേണ്ടതായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ഉണ്ട്. അത് 20 വയസ്സിലുണ്ട്, 30 വയസ്സിലുണ്ട്, 35 വയസ്സിലുണ്ട്. കുറച്ചുകൂടി പ്രായമാകുമ്പോഴത്തേക്ക് ക്യാൻസർ പരിശോധനകളുണ്ട്. അപ്പം നമ്മളുടെ പേഴ്സിൻ്റെ വലിപ്പം നോക്കിയിട്ട്, പേഴ്സിൻ്റെ വലിപ്പം മാത്രമല്ല, സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ലാബിൽ പോയി ഷുഗർ ടെസ്റ്റ് നടത്താൻ പറ്റും. കൊളസ്ട്രോൾ നോക്കാം. പിന്നെ ഈ ഷുഗർ നോക്കാനായിട്ട് വെറുതെ ലാബിലേക്ക് നടന്നു കയറരുത്. കുറച്ചൊന്ന് തയ്യാറെടുക്കണം. കാരണം രാവിലെ ഫാസ്റ്റിംഗ് പോകണം. ആഹാരത്തിന് ശേഷം ഷുഗർ നോക്കുമ്പോൾ ഉച്ചയ്ക്കുള്ള ഊണായിരിക്കും നല്ലത്. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ കുറച്ച് കഴിച്ചിട്ടായിരിക്കും പോകുന്നത്. അതിനേക്കാളും കിട്ടത്തില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് കൃത്യം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ വീട്ടിലെ പ്രമേഹ രോഗികളോ മറ്റോ ഉണ്ട്, അല്ലെങ്കിൽ പ്രമേഹ രോഗം വരാൻ സാധ്യതയുള്ളൊരു കുടുംബമാണെങ്കിൽ ഗ്ലൂക്കോമീറ്റർ വാങ്ങി വെച്ച് കൂടെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. വാങ്ങി കൂടെ നോക്കുന്നതാണ് ഭാവിയിൽ നമുക്ക് ചികിത്സാ ചെലവ് കുറഞ്ഞിരിക്കാൻ നല്ലത്. അതാണ് അതിൻ്റെ സത്യം. ആരോഗ്യം മുതിർന്നവർക്കും കുട്ടികൾക്കും വെവ്വേറെയല്ല. എല്ലാവർക്കും ആരോഗ്യം വേണം. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സ് കൂടെ ഉണ്ടാകും. എന്തായാലും ഈ ഡയബറ്റീസിനെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് നല്ല ടിപ്സുകൾ നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നു. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ.